ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീ സ്കിൽ. ആദ്യം തന്നെ ഒരു സോറി പറയാണ്, കുറച്ചധികം നാളുകളായി ഷീ സ്കില്ലിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു 2024 ഡിസംബറിൽ ഈ ഒരു വർഷം എൻഡോടുകൂടി കൃത്യമായിട്ട് ഷീ സ്കില്ലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി മുതൽ ഷീ സ്കില്ലിൽ വീക്കിലി ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്ന് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് ചെയ്യുന്നത്. ക്രിസ്മസ് ട്രീ, അതുപോലെ പിന്നെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഡെക്കറേഷൻ, സ്റ്റാർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഡിസംബർ 15 മുതൽ ഈ മാസം ലാസ്റ്റ് വരെ ഷീ സ്കില്ലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് തുടങ്ങാം. ആദ്യം മെറ്റീരിയൽസ് പരിചയപ്പെടുത്തി തരാം. ഇത് തെർമോക്കോളാണ്. തെർമോക്കോളിന് പകരം നിങ്ങൾക്ക് ഫോം ബോർഡ് കിട്ടും. നമ്മൾ പിന്നെ ഗിഫ്റ്റ് ഐറ്റംസൊക്കെ, ഗിഫ്റ്റ് ബോക്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോം ബോർഡ് കിട്ടും. ഇപ്പം ഞാൻ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള തെർമോക്കോളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗ്ലിറ്റർ ഷീറ്റ്. ഇത് ഗ്ലിറ്റർ ഷീറ്റ് പിന്നെ ഗമ്മൊന്നും ഇല്ലാത്തതാണ്. A4 സൈസ് ഗ്ലിറ്റർ ഷീറ്റ്. ഇത് A3 ഷീറ്റ് സൈസ്. ഇതിന് ബാക്കിൽ ഗമ്മുണ്ട്. ഇതൊരു സ്റ്റിക്കർ ടൈപ്പാണ്. ഈ സ്റ്റിക്കർ പറിച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ്, തെർമോക്കോൾ വേണമെങ്കിൽ തെർമോക്കോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോം ബോർഡ് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ബീഡ്സ് വെച്ചിട്ടുണ്ട്, കുറച്ച് വലിയ ബീഡ്സ്. പിന്നെ നമുക്ക് വരയ്ക്കാൻ വേണ്ടി കോമ്പസും പെൻസിലും ഉണ്ട്. പിന്നെ മെഷർമെൻറ്റിന് സ്കെയില്, പിന്നെ ഗമ്മ്. പിന്നെ ഇത് ഇത് ഒരു ടൂളാണ്. ശരിക്കും കോപ്പർ ജ്വല്ലറി ചെയ്യുന്നതിൻ്റെ ഒരു ടൂളാണ്. ഇതാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മിഡിൽ വെക്കാനുള്ള സ്റ്റിക്കായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ചെയ്യുന്നത് ക്രിസ്മസ് ട്രീ ആണ്. അത് പല രീതിയിലും ചെയ്യാം, പല മോഡലിലും ചെയ്യാം. അപ്പോൾ ഞാനൊരു മോഡൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. ഈ തെർമോക്കോളിന് പകരം ഫോം ബോർഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇതിനെ ഞാൻ കവർ ചെയ്യുന്നത് സ്റ്റിക്കർ ടൈപ്പ് ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ടാണ്. അപ്പോൾ ഇതിപ്പം ഒരു 10 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനെ കവർ ചെയ്യാനൊരു 11 സെൻറ്റിമീറ്റർ ആ ഒരു അളവിൽ ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് സ്റ്റിക്ക് ചെയ്ത് കവർ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇത് തെർമോക്കോൾ റെഡ് കളറും ഉണ്ട്, അതായത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മിഡിൽ ആ ഒരു സ്റ്റിക്ക് ഞാൻ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്തത് ഗ്ലിറ്റർ ഷീറ്റ് ഗോൾഡനിൽ 10 സെൻറ്റിമീറ്ററിലുള്ള ഒരു റൗണ്ട് വരച്ചു. എന്നിട്ട് അതിൻ്റെ അരികിങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് 10 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ 8 സെൻറ്റിമീറ്റർ. 10, 8, 6, 4, 2 ആ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവിൽ റൗണ്ട് കട്ട് ചെയ്യാം. ഗോൾഡൻ ഷീറ്റിൽ നിന്നല്ല, ഇഷ്ടമുള്ള കളറിൽ ഗ്ലിറ്റർ ഷീറ്റിൽ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ അരികെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതിൽ അറ്റാച്ച് ചെയ്യേ വേണ്ടതുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ആദ്യത്തെ ആ ഒരു വലിയ ഒരു ഇത് ചെയ്യാണ്. അത് ചെയ്യുന്നതിന് മുന്നേ കുറച്ചൊന്ന് ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ബീഡ്, കുറച്ച് വലിയ ബീഡാണ്, 8 mm ബീഡാണ്. 8 mm ബീഡ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് സ്റ്റിക്കാവണം, അല്ലെങ്കിൽ ഉറച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്യാം. ഓക്കെ. 3 ബീഡ് വീതമാണ് ഞാൻ ചെയ്യുന്നത്. 3 ബീഡ് ആദ്യം ഇതിലിട്ട് കൊടുത്തു. 3 ബീഡിട്ടു. അതിനുശേഷം ഈ ഒരു കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഇതിലേക്ക് ഉറപ്പിക്കുകയാണ്. ഓക്കെ. ഇനി അതിനെ വീണ്ടും 3 ബീഡ് ചെയ്യാണ്. ബീഡും ഇതിങ്ങനെ ഓരോന്നും ഇട്ടതിന് ശേഷം കാണിക്കാം. ഓൾറെഡി ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 4, 3 അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിൽ സ്റ്റാർ ചെയ്യാണ്. സ്റ്റാർ കുറച്ച് ഷേപ്പ്ലെസ് ആയിപ്പോയി, സോറി. അപ്പോൾ ഈ സ്റ്റാർ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റിലാണ് കട്ട് ചെയ്തത്. സ്റ്റിക്കറുള്ള ടൈപ്പ്, അതായത് ഗമ്മുള്ള ടൈപ്പാണ് ഇത്. 2 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.
ഞാൻ തംബ്ലയിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോസിൽ കുറച്ച് മോഡൽസ് ഉണ്ട്, അത് ഞാൻ മുന്നേ ചെയ്തതാണ്. അത് ഞാൻ അതിൻ്റെ മെത്തേഡ് പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ.